Okay, good morning students. Next നമ്മൾ നോക്കാൻ പോകുന്നത് e-governance concept and significance. Okay, അതിൽ ഫസ്റ്റ് വൺ കോൺസെപ്റ്റ് ഓഫ് e-governance. എന്തിനാണ് e-governance എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വന്നത് എന്നതിനെ കുറിച്ചാണ്. അതായത് എന്തിനാണ് e-governance is the application of ICT to process of government functioning or good governance അല്ലേ. അതായത് കുറച്ചും കൂടി പബ്ലിക് സെക്ടറിന് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഗവൺമെൻറ് സർവീസസ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ICT ഉപയോഗിച്ചിട്ട് കുറച്ചുകൂടി പബ്ലിക് സർവീസസ് കുറച്ചും കൂടി സ്മൂത്ത് ആൻഡ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് e-governance എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം അതായത് ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷൻസിനെ കുറച്ചുകൂടി ICTൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് പബ്ലിക്കിന് കുറച്ചും കൂടി എന്താ പറയുക ഈസിയർ ആക്കുക. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ നോർമലി e-governance യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലേ, നമുക്ക് കുറച്ചും കൂടി ഇപ്പം ഗവൺമെൻറ് സർവീസസ് ഒക്കെ നമുക്ക് ത്രൂ ICT അല്ലെ കമ്പ്യൂട്ടർ ഓൺലൈനായിട്ടാണ് നമ്മളെല്ലാം ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്താണ് കുറച്ചും കൂടി ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടും കുറച്ചും കൂടി എന്താണ് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഇതിലേക്ക് എത്തിപ്പെടാനായിട്ട് ഓരോ പബ്ലിക്കിനും ഹെൽപ്പ് ആവുന്നുണ്ട്. അത് തന്നെയാണ് ഈ ICT കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും. ഓക്കെ, encourage citizen participation in decision making and make government more accountable, transparent and efficient അല്ലേ. നമുക്ക് ഓരോ സിറ്റിസൺസിനെയും കുറച്ചും കൂടി അവരുടെ പാർട്ടിസിപ്പേഷൻസ് കൂട്ടാനും അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഫങ്ഷൻസും കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ട് അല്ലെ ഗവൺമെൻറ് സൈറ്റ് ത്രൂ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആണ്. നമുക്ക് അതിൽ വേറൊരു മാൽ പ്രാക്ടീസസും കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റുന്നതുകൊണ്ടുകൂടി തന്നെ കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആക്കാനും ഒക്കെ നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നുണ്ട്, ഈ e-governance എന്ന കോൺസെപ്റ്റ് വന്നതോടുകൂടി നമുക്ക് പറ്റുന്നുണ്ട്. അതായത് സിമ്പിൾ ആവുന്നുണ്ട്, സ്മാർട്ട് ആവുന്നുണ്ട്, മോറൽ ആവുന്നുണ്ട്, അക്കൗണ്ടബിൾ ആവുന്നുണ്ട്. ഇത്രയും ടേംസ് തന്നെ നമുക്ക് അതിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ സ്മാർട്ട് ഗവേണൻസ് എന്ന് പറഞ്ഞൊരു വേറൊരു ടേം തന്നെയാണ്. ഈ ഗവേണൻസിനെ കുറച്ചുകൂടി നമ്മൾ പറയുകയാണെങ്കിൽ സ്മാർട്ട് ഗവേണൻസ് എന്നും കൂടി പറയാം അല്ലേ. കുറച്ചും കൂടി സ്മാർട്ടാണ്. അതായത് എന്താ പറയുക, ഗവൺമെൻറ്റിലേക്ക് നമുക്ക് ഓരോ സിറ്റിസൺസിൻ്റെയും പാർട്ടിസിപ്പേഷൻസ് എത്തിപ്പെടാൻ കുറച്ചും കൂടി എളുപ്പമാവുന്നുണ്ട്, എഫിഷ്യൻ്റ് ആവുന്നുണ്ട്, ട്രാൻസ്പെറൻ്റ് ആവുന്നുണ്ട്. അതാണ് അതിൻ്റെ കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ e-governmentഉം e-governanceഉം എന്ന് പറഞ്ഞാൽ എന്താ, e-governanceഉം e-governmentഉം തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ e-governance and e-governments are often used interchangeably, so distinguish between them and this stage is imperative. അതായത് e-government എന്ന് പറഞ്ഞാൽ എന്താണ്, is thus the modernization of process and function of government using tools അല്ലെ. അതായത് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ICT ടൂൾസ് ഉപയോഗിച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷൻസിനെ കുറച്ചും കൂടി എന്താ പറയുക ഫങ്ഷൻസ് മോഡേണൈസ് ആക്കുന്നതിനാണ് ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബിയോണ്ട് ദ സർവീസ് ഡെലിവറി ആസ്പെക്ട് ഡിസിഷണൽ പ്രോസസ്. അതായത് ഒരു കുറച്ചും കൂടി ഈ ഗവൺമെൻറ്റിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ഫോമിനാണ് നമ്മൾ ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആവുന്നതിനെയാണ് നമ്മൾ ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. ദെൻ അതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോഡൽസ് ഓഫ് e-governance. എന്തൊക്കെ e-governance മോഡൽസ് ആണ് ഉള്ളത് എന്നുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്, ബ്രോഡ്കാസ്റ്റിംഗ് മോഡല്, then critical flow model, then comparative analysis model, ഈ mobilization and model, then interactive service model. ഇത്രയും മോഡൽസ് ആണ് ഇതിൽ വരുന്നത് ഈ ഗവേണൻസ് മോഡൽസ് എന്ന് പറയുന്നത്. ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ is based on this model is based on useful governance information which is the public domain to the wider public. അതായത് ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ ത്രൂ ഇൻ്റർനെറ്റ് വഴിയായിട്ട് എല്ലാ സർവീസസും ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പം അവർക്കൊരു പബ്ലിക്കിന് ഓരോ ഡൊമൈൻ നെയിം ഉണ്ടാവുമായിരിക്കും, അവരെ പാസ്വേഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടി എന്താ പറയുക സിറ്റിസൺഷിപ്പിനെ എന്താ പറയുക ഏബിൾ ടു ജഡ്ജിങ് ദ ഫങ്ഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഗവർണൻസ് മെക്കാനിസം. അതായത് ഓരോ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ മീഡിയ ത്രൂ ICTന് കൂടി ഗവൺമെൻറ് മീഡിയ ത്രൂ ഓരോ സിറ്റിസൺഷിപ്പിനും ഓരോരുത്തർക്കും ഓരോ സിറ്റിസൺസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ചുകൂടി ബ്രോഡ്കാസ്റ്റ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ എന്ന് പറയുന്നത്. ദെൻ ക്രിട്ടിക്കൽ ഫ്ലോ മോഡൽ എന്ന് പറഞ്ഞാൽ critical value to the targeted audience or into the wider public domain with ICT. പേര് നമ്മളൊരു ക്രിട്ടിക്കൽ വാല്യൂ പ്രൊവൈഡ് ചെയ്യും ടാർഗറ്റ്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഓഡിയൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലയൻസ് അല്ലെങ്കിൽ കസ്റ്റമർ സിറ്റിസൺസ് ഉണ്ടെങ്കിൽ അവർക്കൊരു ക്രിട്ടിക്കൽ വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ട്, അതായത് എന്താ വെച്ചാൽ അവർക്ക് എന്തെങ്കിലും എന്താ പറയുക അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും
ത്രൂ വെബ് പോർട്ടൽ വഴി അല്ലെങ്കിൽ ഈ ICT ഉപയോഗിച്ചിട്ട് നമുക്ക് പറ്റുന്നത്. ദെൻ കമ്പാരിറ്റീവ് അനാലിസിസ് മോഡൽ, ദെൻ മൊബിലൈസേഷൻ മോഡൽ, ഇൻട്രാക്റ്റീവ് സർവീസ് മോഡൽ, അത്രയും മോഡൽസ് ആണ് നമ്മൾ എന്തിൽ പറയുന്നത്, ഇ ഗവേണൻസിൻ്റെ മോഡൽസ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഓഫ് ഇ ഗവേണൻസ്, എന്തൊക്കെ സിഗ്നിഫിക്കൻസ് ആണുള്ളത്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഡെവലപ്മെൻറ്റ്, സെക്കൻഡ് വൺ എഫക്റ്റീവ് സർവീസ് ഡെലിവറി, അല്ലേ, 2 സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ മെയിനായിട്ട് ഈ ഇ ഗവേണൻസിൽ പറയുന്നത്. ഫസ്റ്റ് വൺ എന്താ, അഡ്മിനിസ്ട്രേറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഓഫൺ ഹാവ് ഫോക്കസ്ഡ് ഓൺ പ്രൊസീജിയറൽ ഡീലിങ്സ് ആൻഡ് റീസ്ട്രക്ചറിങ് ഓഫ് സിസ്റ്റം പ്രോസസ് ഓഫ് ഗവൺമെൻറ് ഓർഗനൈസേഷൻ, അല്ലേ, നമ്മളൊരു ഗവൺമെൻറ് ഓർഗനൈസേഷന് ഒരു റിഫ്രഷിംഗ് മോഡൽ അല്ലെങ്കിൽ ഒരു റീസ്ട്രക്ചറിങ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ത്രൂ ICTയുടെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ ഗവൺമെൻറ് സർവീസസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കുറച്ചും കൂടി നന്നായി എല്ലാം നമുക്ക് എന്താ കുറച്ചും കൂടി ഗ്രേറ്റർ ആവുക, ബെറ്റർ ആവാനാണ് നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം അഡ്മിനിസ്ട്രേറ്റീവ് മോഡലിലും അവർക്ക് അതിൻ്റെ നമുക്ക് ഇ ഗവേണൻസ് യൂസ് ചെയ്യുന്നതോടുകൂടി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചുകൂടി ബെറ്റർ സർവീസ് അഡ്വാൻസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് പാനലായിട്ട് നമുക്ക് അതിന് യൂസ് ആവുന്നുണ്ട്. പിന്നെ സെക്കൻഡ് വൺ എന്താണ്, അഡ്മിനിസ്ട്രേറ്റീവ് മോഡലിൽ നമുക്ക് വരുന്നത് എന്താണ്, പേപ്പർ വർക്ക് റിഡക്ഷൻ വരുന്നുണ്ട്, അല്ലേ, കുറച്ച് എല്ലാം കൂടെ യൂസ് നമുക്ക് ചിന്തിച്ചറിയുന്നതേ ഉള്ളൂ. നമുക്ക് ഓരോ കസ്റ്റമറെയും അല്ലെങ്കിൽ ഓരോ സിറ്റിസൺസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാവുന്നു, അവരെ എന്താ പറയുക അവരെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കൊടുക്കാൻ എളുപ്പമാവുന്നു, റിഡക്ഷൻ ഓഫ് പേപ്പർ വർക്ക്, അല്ലെ, പേപ്പർ വർക്ക് കുറയുന്നുണ്ട്. ദെൻ ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു, അല്ല, എലിമിനേഷൻ ഓഫ് ഹൈറാർക്കി, ഇതൊക്കെ റിപ്പീറ്റേഷൻ ഉണ്ടാവുന്നതും ഹൈറാർക്കി ഉണ്ടാവുന്നതൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നു. ചേഞ്ച് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് കൾച്ചറൊക്കെ ആയിട്ട് നമുക്ക് എന്താവുന്നു, എളുപ്പമാവുന്നുണ്ട്. ഞാൻ സെക്കൻഡ് സിഗ്നിഫിക്കൻസ് ഏതൊക്കെയാണ്, സർവീസ് ഡെലിവറിയിൽ വരുന്നത് എന്തൊക്കെയാണ്, ട്രാൻസ്പെറൻസി ഉണ്ടാവുന്നുണ്ട്, എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, സ്ട്രാറ്റജിക് ഇൻഫോർമേഷൻ സിസ്റ്റം, അല്ലേ, ഇതൊക്കെ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, ട്രാൻസ്പെറൻസി ആയിരിക്കും, നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് കുറച്ചും കൂടി കൂടുന്നുണ്ട്, സോഷ്യൽ ഡെവലപ്മെൻറ്റും കൂടുന്നുണ്ട്, അല്ലെ, നമുക്ക് മുന്നേ ഒരു ഗവൺമെൻറ്റിലേക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങളിലൊക്കെ ഉള്ള ആക്സസ് വളരെ ടൈം എടുത്ത് ഡിലേ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പം അങ്ങനെയാണോ, അല്ല, നമുക്ക് ഒരു വിരൽത്തുമ്പത്ത് തന്നെ നമുക്ക് ഗവൺമെൻറ്റിലേക്കുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഗവൺമെൻറ് നമ്മളെ കൈ തുമ്പത്ത് ഉള്ളൊരവസ്ഥ അങ്ങനെ ഒരു രീതിക്ക് വരുന്നുണ്ട്. അപ്പോൾ സോഷ്യലി ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവുന്നുണ്ട്, ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞ കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ നോക്കുന്നത് ലീഗൽ ആൻഡ് പോളിസി ഫ്രെയിംവർക്ക് ഫോർ ICT. ഓക്കെ, ICT ഇ ഗവേണൻസിലായാലും ശരി ICTയിലായാലും വരുന്ന ലീഗൽ ഫ്രെയിംവർക്ക് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാൻ പോകുന്നത് ലീഗൽ ഫ്രെയിംവർക്കിൽ വരുന്ന എന്തൊക്കെയാണ്, ഒരു ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000 വരുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്, അതിൽ ഒരു ഹിസ്റ്ററി. ദെൻ 2005 വരുന്ന ഇൻഫോർമേഷൻ സിസ്റ്റം. അപ്പം ഓരോ ഇയറിലും ഓരോ ഇയറിലല്ല, ഒരു 2002 തൊട്ട് 2005 അങ്ങനെ ഓരോ ഇയറിലും നമുക്ക് ഓരോ ചേഞ്ച് അപ്ഡേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ വരുന്ന ലീഗലി ഓരോ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. 2006 വരുന്നത് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ വരുന്നത് 2006 അതിൽ വരുന്ന ഇൻഫോർമേഷൻ ടെക്നോളജീൻ്റെ അഡ്വാൻസ്ഡ് കാര്യങ്ങൾ വരുന്ന മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. നന്നായിട്ട് നിങ്ങൾ റീഡ് ചെയ്യുക. നിങ്ങളെ കുറച്ച് എന്താണ് ഒരു ഹിസ്റ്ററി പാർട്ട് പോലെയുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പം അത് ഓരോ വർഷത്തിൽ വരുന്ന അതിൻ്റെ ലീഗൽ ഫ്രെയിംവർക്ക് കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. ദെൻ റോൾ ഓഫ് ICT ഇൻ അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഒരു ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീൻ്റെ റോൾ എന്താണെന്നുള്ളതാണ്. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ എന്താണ്, നമുക്ക് കുറച്ചും കൂടി എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലാവുന്ന സമയത്ത് നമുക്ക് ആക്സസ് ചെയ്യാനും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പാനൽ ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് ICTൻ്റെ ഹെൽപ്പോട് കൂടി പറ്റിയിട്ടുണ്ട്. അതായത് അവർക്കൊരു പ്രോബ്ലംസ് ഒരു ക്ലയൻറ്റിന് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു സിറ്റിസണിന് ഉണ്ടാവുന്ന പ്രോബ്ലംസിനെ ഈസിലി സോർട്ട് ഔട്ട് ചെയ്ത് കൊടുക്കാനും ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ നമുക്ക് എന്ത് പറ്റുന്നുണ്ട്, ഈ ഗവേണൻസ് വന്നതോടുകൂടി ഹെൽപ്പ് ആവുന്നുണ്ട്. അതിൽ നമുക്ക് ട്രഡീഷണൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇലക്ട്രോണിക് അഡ്മിനിസ്ട്രേഷൻ്റെ വ്യത്യാസം നോക്കാം. അപ്പോൾ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന ICTൻ്റെ ഹെൽപ്പ് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്ന അറിയാൻ വേണ്ടി നമുക്ക് ഡിഫറൻസ് ആയിട്ട് തന്നെ നോക്കാം. ട്രഡീഷണൽ അഡ്മിനിസ്ട്രേഷനിൽ എങ്ങനെയാണ്, അൺവൈഡ്ലി പേപ്പർ ഫയൽസ് ആയിരിക്കും, അല്ലേ, പേപ്പർ ഫയൽ ആയിരിക്കും ഉണ്ടായിരിക്കും. ഇവിടെ ആകുമ്പോൾ എങ്ങനെയാണ് അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് അഡ്മിനിസ്ട്രേഷൻ ഇ ഗവേണൻസ് വന്നതോടുകൂടി എന്താ കമ്പ്യൂട്ടറൈസ്ഡ് ഫയൽസ് ആണുള്ളത്. പിന്നെ ഹയറാർക്കിക്കൽ അതോറിറ്റി ആയിരിക്കാം, ഇതിലങ്ങനെയാണ് നെറ്റ്വർക്ക് പവർ ആയിരിക്കും, അല്ലേ. മറ്റേതൊരു ഹയറാർക്കി ഓരോ
ഹൈറാർക്കി മീൻസ് എന്താ, ഓരോരോ പവറിൽ ഇരിക്കുന്ന ആൾക്കാർ അത് ഇതിലുണ്ടാവും. പക്ഷെ അവരതൊക്കെ ഓരോ ടോപ്പ് ലെവലിൽ നിന്ന് പിന്നെ അടുത്ത ലെവലിലേക്ക് ലോ ലെവലിലേക്ക് ഇങ്ങനെ ഓരോ പേപ്പറും നമ്മൾ എന്താ പറയുക പാസ് ചെയ്ത് എല്ലാവരും സൈനൊക്കെ ആയിട്ട് വരുമ്പോൾ കുറേ ടൈം എടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? അവർക്കല്ല. നമുക്ക് എന്താണ് നെറ്റ്വർക്കിൻ്റെ പവറാണ് അല്ലേ. നെറ്റ്വർക്കിൻ്റെ പവറോടുകൂടി നമുക്ക് പെട്ടെന്ന് ഓരോ ചാനലിലേക്കും നമ്മളെ ഡാറ്റാസ് പാസ് ചെയ്ത് കൊടുക്കാൻ എളുപ്പമാവുന്നുണ്ട്. ദെൻ എക്സ്പെൻഡിച്ചർ കൂടുതലായിരിക്കും. ട്രഡീഷണലി ഇവിടെ എങ്ങനെയായിരിക്കും? പെർഫോമൻസ് ആയിരിക്കും അല്ലേ. ഇവിടെ മറ്റേത് എക്സ്പെൻഡിച്ചർ ഓറിയൻറ്റേഷൻ ആയിരിക്കും അതിലുണ്ടാവുക. പക്ഷെ ഇവിടെ കമ്പ്യൂട്ടറൈസ്ഡ് ആകുന്ന സമയത്ത് പെർഫോമൻസ് ഓറിയൻറ്റേഷൻ, പെർഫോമൻസിലായിരിക്കും കാര്യം ഉണ്ടായിരിക്കാം. ദെൻ ഇൻഡിവിജ്വലിസ്റ്റിക് ആണ് മറ്റത്. ട്രഡീഷണൽ എങ്കിൽ ഓർഗനൈസേഷൻ ആണ് ഇലക്ട്രോണിക് വരുന്നത്. ബാച്ച് പ്രോസസ്സിംഗ് ആണ് ട്രഡീഷണൽ എങ്കിൽ. ഓൺലൈൻ പ്രോസസ്സിംഗ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഡിലേഡ് റെസ്പോൺസ് ആണ് ഇവിടെ ട്രഡീഷണലി. ഇവിടെ ആകുമ്പോൾ പ്രോംപ്റ്റ് റെസ്പോൺസ് ഉണ്ടായിരിക്കും. അതുപോലെ ആക്സസ് ഡിലേ ആയിരിക്കും ട്രഡീഷണലി. ഇവിടെ ആകുമ്പോൾ ഇൻസ്റ്റൻറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ എന്താണ്, ഇലക്ട്രോണിക് ഡാറ്റ എൻട്രി ആയിരിക്കും, മറ്റേ മാനുവൽ ഡാറ്റ എൻട്രി. അങ്ങനത്തെ കുറേ ഡിഫറൻസ് ആണ് ഇതിലുണ്ടാകുന്നത്. പിന്നെ എന്താണ് പറയാനുള്ളത്? അതായത് നമുക്കിപ്പോൾ ഒരു നമ്മളെ നോർമലി കാര്യങ്ങൾ തന്നെ, നമുക്കൊരു ഇൻഫോർമേഷൻ, ഒരു IT, നമുക്കൊരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ, ഒരു ഫോൺ തന്നെ വന്നപ്പോൾ നമുക്ക് വരുന്ന നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നേരെ നമ്മളൊരു ഗവേണൻസിൽ വരുമ്പോൾ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ചിന്തിച്ചാൽ നിങ്ങൾക്ക് കുറേ എഴുതാവുന്ന കാര്യങ്ങളാണ്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കൾച്ചറിൽ വരുന്നത് എങ്ങനെയാണ്? ICT, ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീൻ്റെ ഇത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൾച്ചറിൽ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ള മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അത് ICTs enables transformation of a very vital component of e-commerce, that is administrative organization. It plays significant role in enabling. അതായത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷനിൽ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പാനലിൽ നമുക്ക് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഹെൽപ്പോട് കൂടി എന്താണ് കുറച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻ്റ് ആണ്, ഒരു വൈറ്റൽ റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട് ICT എവിടെ? ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൾച്ചറിൽ. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് പാനലിൽ. The mention we have used to terms administrative organization, government organization and bureaucratic organization interchangeably for convenience sake അല്ലേ. നമുക്ക് ഒരു ഗവേണൻസ് ചാനൽ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷനിലെ ഗവേണൻസിൻ്റെ ഭാഗത്ത് കുറച്ചും കൂടി സ്മൂത്ത് ആവാനും കമ്മ്യൂണിക്കേഷൻസ് ഈസി ആവാനും നമ്മൾ ICTയുടെ ഹെൽപ്പോട് കൂടി നമുക്ക് എന്ത് പറ്റിയിട്ടുണ്ട്? സാധിച്ചിട്ടുണ്ട്. ദെൻ ഫോർ ബിൽഡിംഗ് എ ന്യൂ വർക്ക് കൾച്ചർ അല്ലെ, അഡ്മിനിസ്ട്രേറ്റീവ് കൾച്ചറിൽ ഒരു പുതിയൊരു കൾച്ചർ തന്നെ ബിൽഡ് ചെയ്തെടുക്കാൻ നമുക്ക് ICTയുടെ ഹെൽപ്പോട് പറ്റിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? പ്രൊവൈഡ് ഓർഗനൈസേഷൻ വിത്ത് പ്രസൻസ് ഓഫ് ഇൻ്റർനെറ്റ് അല്ലേ. ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ കുറച്ചുകൂടി ഹെൽപ്പ് ആവുന്നുണ്ട്. പ്രൊവൈഡ് വേ ടു റിസീവ് ഇൻഫോർമേഷൻ ഫ്രം ഇൻ്റർനെറ്റ് അല്ലേ. അതുപോലെ തന്നെ ഇൻഫോർമേഷന് പാസ് ചെയ്യുന്നത് പോലെ തന്നെ ഇൻഫോർമേഷൻ റിസീവ് ചെയ്യാനും ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് എവിടെ സാധിച്ചിട്ടുണ്ട്? അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ദെൻ ക്രിയേറ്റ് എൻ ഇൻറ്റേർണൽ പ്രോസസ് ആൻഡ് ഗൈഡ് ഇൻ്റർനെറ്റ് യൂസേഴ്സ് അല്ലേ. ഒരു ഇൻറ്റേർണൽ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതായത് ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് നമ്മുടെ ഉള്ളിലുള്ളൊരു ഇൻറ്റേർണൽ പ്രോസസ്സിനെ നമുക്ക് കുറച്ചുകൂടി ക്രിയേറ്റ് ചെയ്ത് കുറച്ചുകൂടി ഈസി ആക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ദെൻ പ്രൊവൈഡ് പോസിറ്റീവ് റോൾ മോഡൽസ് ഫോർ യൂസേഴ്സ് അല്ലേ. ഓരോ യൂസേഴ്സിനും ഒരു പോസിറ്റിവിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ന്യൂ മെക്കാനിസംസ് ആൻഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? ഈ അഡ്മിനിസ്ട്രേറ്റീവ് കൾച്ചറുകളിൽ നമുക്കൊരു ICTൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ട് നമുക്ക് സാധിച്ച കാര്യങ്ങൾ. ഇതിന് നമ്മൾ നോക്കുന്നത് റോൾ ഓഫ് ICT ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ്. റൂറൽ ഡെവലപ്മെൻറ്റിൽ ഒരു ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ റോൾ എന്താണെന്നുള്ളതാണ്. എന്തായിരിക്കും? ICT ആപ്ലിക്കേഷൻ റൂറൽ ഡെവലപ്മെൻറ്റിൽ കുറച്ചും കൂടി ഹെൽപ്പ് ആവുകയല്ലേ ചെയ്യുന്നത്. റൂറൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അവരെ ഡെവലപ്മെൻറ്റിന് നമുക്ക് ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് നമുക്ക് ചിന്തിച്ചറിയാം അവർക്ക് കുറച്ച് എന്തായാലും അഡ്വാൻസ് ആവുക ചെയ്തിട്ടുണ്ടായിരിക്കുള്ളൂ. എങ്ങനെയാണ് ഇതിൽ നടക്കുന്നത്? ICT ഡെവലപ്മെൻറ്റ് റൂറൽ കമ്മ്യൂണിറ്റീസ് ആർ ലേണിംഗ് ആൻഡ് ഇന്നോവേഷൻ കപ്പാസിറ്റി ദാറ്റ് ഇൻക്രീസസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദെയർ എഫേർട്സ് ടു സോൾവ് പ്രോബ്ലംസ് ടു ഇംപ്രൂവ് ദെയർ ലൈഫ്സ് അല്ലേ. അവരെ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാകുന്നവരെ പ്രോബ്ലംസിനെ പെട്ടെന്ന് സോൾവ് ചെയ്ത് കൊടുക്കാനും അവരൊരു ഗ്രോത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ നമുക്ക് എന്തുകൊണ്ട് പറ്റിയിട്ടുണ്ട്? ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൊണ്ട് അല്ലേ. നമ്മൾക്കിപ്പോൾ ഒരു ഫോണ് വന്നതോടുകൂടി തന്നെ, മുന്നേ നമുക്ക് ഫോണില്ലായിരുന്നല്ലോ, ഇപ്പം നമുക്കൊരു ഫോണ് വന്നപ്പോൾ നമ്മളെ എല്ലാ ഓരോ പേഴ്സൺസിൻ്റെ ലിവിങ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ച്, അവരെ പേഴ്സണൽ ഇതിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് ചിന്തിക്കാമെന്നല്ല. അതേപോലെ ആയിരിക്കും ഇപ്പോൾ ഒന്നുമില്ലാത്തൊരു റൂറൽ ഡെവലപ്മെൻറ്റിലൊരു ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വരുന്നതോടുകൂടി അവരെ ബെറ്റർ ഓഫ് ലിവിങ് കണ്ടീഷൻ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്.
ദേ എംപവർ ദീസ് കമ്മ്യൂണിറ്റീസ് ടു ഇൻക്രീസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദർ ഡെവലപ്മെൻറ്റ് എഫേർട്സ് ത്രൂ ഇൻഫർമേഷൻ അല്ലേ അവരെ